ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഗുരുപദേശവും നമുക്ക് ഭഗവത്ഗീതയിലെ ഒരു ശ്ലോകത്തെക്കുറിച്ച് ഗുരു നമുക്ക് എന്തു പറഞ്ഞു തരുന്നു, ആ തത്വം നമുക്കൊന്ന് ശ്രവിക്കാം. ഭഗവത്ഗീതയിലെ 9-ാം അധ്യായത്തിലെ 30-31 ശ്ലോകം ഒന്ന് നമുക്ക് വായിക്കാം. അഭിചേ സുദുരാചാരോ ഭജതേ മാമനന്യഭാഗ് സാധുരേവ സമന്ധവ്യ സമ്യക് വ്യവസിതോ ഹി സ ക്ഷിപ്രം ഭവതി ധർമാത്മാ ശശ്വച്ഛാന്തിം നിഗച്ഛതി കൗന്ധേയ പ്രതിജാനീഹി നമേ ഭക്ത പ്രണശ്യതി. അർത്ഥം: ഏറ്റവും ദുരാചാരനായവൻ പോലും എന്നെ ഏകാഗ്രചിത്തനായി ഭജിക്കുന്നുവെങ്കിൽ അവനെ ഇഷ്ടനായി കരുതേണ്ടതാണ്. അവൻ ശരിയായ നിശ്ചയം എടുത്തിട്ടുള്ളവനാണ്. അവൻ വേഗം തന്നെ ധർമാത്മാവായി തീർന്ന് ശാശ്വതമായ ശാന്തിയെ നേടുന്നു. ഹേ അർജുന, എൻ്റെ ഭക്തൻ നശിക്കുന്നില്ലത് ഉദ്ഘോഷിക്കുക. ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്ന് നമ്മൾ പ്രാർത്ഥിക്കാറുണ്ടല്ലോ. സമസ്ത ലോകങ്ങളിലുമുള്ള എല്ലാവർക്കും സുഖവും ശാന്തിയും ഉണ്ടാകട്ടെ എന്നാണ് ഇതിനർത്ഥം. സമസ്ത ജീവജാലങ്ങളെയും ഉൾക്കൊള്ളുന്ന പ്രാർത്ഥനയാണിത്. ഇതിലാരെയും ഒഴിവാക്കുന്നില്ല. അവിടെ പാപിയെന്നോ പുണ്യവാനെന്നും പറഞ്ഞ് ആരെയും വേർതിരിച്ച് മാറ്റി നിർത്താൻ കഴിയില്ല. ഗുരു എപ്പോഴും പറയാറുള്ള ഒരു ഉദാഹരണമുണ്ട്. ഏത് പൊട്ടിയ വാച്ചും 2 നേരം കൃത്യസമയം കാണിക്കും. പ്രപഞ്ചത്തിലെ ഒന്നും അപ്രധാനമല്ല. സചേതനവും അചേതനവുമായ സർവ്വതിനും നിശ്ചിതമായ ദൗത്യവുമുണ്ടെന്നാണ് പരമാർത്ഥം. നമുക്കിതൊന്നും മനസ്സിലാക്കുന്നില്ല എന്ന് കരുതി അതെല്ലാം അപ്പാടെ തള്ളിക്കളയാൻ കഴിയില്ല. എന്നാൽ കോടാനുകോടി വരുന്ന ജീവരാശികളിൽ മനുഷ്യന്റെ സ്ഥാനം ഏറ്റവും മുകളിലാണ്. ഈശ്വര ചൈതന്യം സർവത്ര നിറഞ്ഞു നിൽക്കുന്നു. എങ്കിലും മനുഷ്യനിൽ അതിൻ്റെ പ്രകടീഭാവം വളരെ സ്പഷ്ടമാണ്. ആ ഈശ്വര ചൈതന്യത്തെ സാക്ഷാത്കരിക്കാനുള്ള ശേഷിയും വിവേകവും മറ്റും മനുഷ്യന് മാത്രമാണുള്ളത്. അതാണ് മനുഷ്യനെ മറ്റു ജീവികളിൽ നിന്ന് വേർതിരിക്കുന്നത്. മറ്റു ജീവജാലങ്ങളെ അപേക്ഷിച്ചു മനുഷ്യജന്മത്തിൻ്റെ സാധ്യതകളും അനന്തമാണ്. എന്നാൽ പരമാർത്ഥം ഇങ്ങനെയായിരിക്കെ ഇതേ മനുഷ്യൻ തന്നെ ജീവജാലങ്ങളെക്കാൾ തരം താണ രീതിയിൽ പെരുമാറുന്നത് നാം കണ്ടിട്ടുണ്ട്. ചിലപ്പോൾ വിവേകം നഷ്ടപ്പെട്ട് അധപ്പതിക്കുന്നതും നാം കാണുന്നുണ്ട്. കാമക്രോധ ലോഭങ്ങൾക്ക് മനുഷ്യൻ അടിമപ്പെടുന്നതാണ് ഇതിന് മുഖ്യ കാരണം. ചില തെറ്റായ ധാരണകൾക്ക് വശംവദനാകുന്നതും മനുഷ്യനെ കൊണ്ട് നീചപ്രവൃത്തികൾ ചെയ്യിക്കുന്നു. ഇതിനെല്ലാം ഒരു പരിധിവരെ പൂർവാർജിത വാസനാഫലം ഒരു മുഖ്യ പ്രേരകമാണ്. ഇങ്ങനെ നന്നാകാനും നശിക്കാനുമുള്ള വിഭവങ്ങൾ ഒരേ സമയത്ത് ഒരുവനിൽ കുടികൊള്ളുന്നു എന്നതാണ് മനുഷ്യ ജന്മത്തിൻ്റെ പ്രത്യേകത. ഏതു ഗുണത്തെയാണ് നമ്മൾ ലാളിക്കുന്നതും പരിപോഷിപ്പിക്കുന്നതും എന്നതിനനുസരിച്ചാണ് നമ്മുടെ ജീവിതം. രണ്ടും തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ട്. ഭഗവാന്റെ ഉപദേശമനുസരിച്ച് മനസ്സ് വെച്ചാൽ ഉയരാൻ കഴിയും. നമുക്ക് വളരെ പരിചയമുള്ള ഉദാഹരണമാണല്ലോ ആദികവി വാൽമീകിയുടേത്. ജീവിതായോധനത്തിന് കൊള്ളയും പിടിച്ചുപറിയും തൊഴിലാക്കിയ രത്നാകരൻ എന്ന കാട്ടാളൻ സപ്തർഷികളുടെ ഉപദേശത്താൽ മാനസാന്തരപ്പെട്ടു. ഋഷിമാരുമായുള്ള സമാഗമമാണ് രത്നാകരന്റെ ജീവിതത്തെ വഴിതിരിവായത്. തുടർന്ന് അവരുടെ നിർദ്ദേശമനുസരിച്ച് സാധനാനുഷ്ഠാനങ്ങൾ ചെയ്തപ്പോൾ പരിവർത്തനപ്പെട്ടു വാൽമീകി എന്ന മഹർഷിയായി മാറി. ഒരു വ്യക്തി തൻ്റെ തെറ്റുകളെ തെറ്റുകളായി തിരിച്ചറിയുന്ന നിമിഷം മുതൽ അയാൾ ഒരു പുതിയ വ്യക്തിയാണ്. ഈ ഒരു തിരിച്ചറിവാണ് മുഖ്യം. പാപികളിൽ വെച്ച് പാപിയാണെങ്കിലും നന്നാവണമെന്ന് ആഗ്രഹിച്ചാൽ അതിനുള്ള മാർഗമുണ്ട് എന്ന് സാരം. പരിവർത്തനത്തിന് സന്നദ്ധനായി ഈശ്വരനെ ഭജിച്ചാൽ അവനെ നല്ലവനായി കരുതണമെന്ന് ഭഗവാൻ പറയുന്നതാണ്. ഒരുവനിൽ മാറ്റം വരാൻ ഒരുപക്ഷെ സമയമെടുത്തെന്നിരിക്കാം, വീണ്ടും വീണ്ടും പിഴവുകൾ പറ്റിയെന്നിരിക്കാം. എന്നാൽ ശ്രമം തുടർന്നാൽ ക്രമേണ പരിവർത്തനം സംഭവിക്കുക തന്നെ ചെയ്യും. ആ ആത്മാർത്ഥമായ ശ്രമത്തിനാണ്, ആ സന്നദ്ധതയ്ക്കാണ് ഭഗവാൻ പ്രാധാന്യം കൊടുക്കുന്നത്.
ഭഗവത്ഗീതയിൽ ഉടനീളം തുടർച്ചയായ പ്രയത്നത്തിന് പ്രാധാന്യം നൽകുന്നത് നമുക്ക് കാണാൻ കഴിയും. കർമ്മയോഗത്തിൻ്റെ സന്ദർഭത്തിലായാലും ധ്യാനത്തിൻ്റെ വിഷയത്തിലായാലും ഇത് വളരെ സ്പഷ്ടമാണ്. നമ്മൾ പല തരത്തിലുള്ള തീരുമാനങ്ങൾ എടുക്കാറുണ്ട്. ഒരുവന്റെ ശരിയായ തീരുമാനം എന്തായിരിക്കണമെന്ന് ഭഗവാൻ ഇവിടെ പ്രതിപാദിക്കുന്നു. പാപകർമ്മങ്ങൾ ചെയ്തെങ്കിലും അതിൽ നിന്ന് പിന്മാറി ഈശ്വര സ്മരണയോടെ ജീവിക്കാനുള്ള തീരുമാനമാണ് ഏറ്റവും ശരിയായ തീരുമാനം. അമ്മ പറയാറുണ്ട്, പേപ്പറിൽ പെൻസിൽ കൊണ്ട് എഴുതുമ്പോൾ തെറ്റു പറ്റിയാൽ റബ്ബർ കൊണ്ട് മായ്ച്ചു കളയാം. പക്ഷെ വീണ്ടും വീണ്ടും തെറ്റ് എഴുതി മായ്ച്ചു കൊണ്ടിരുന്നാൽ പേപ്പർ കീറിപ്പോകും. അതുപോലെ എപ്പോഴെങ്കിലും മാറ്റത്തിന് തയ്യാറായില്ലെങ്കിൽ ആ വ്യക്തിയുടെ നാശം സംഭവിക്കും. തെറ്റു പറ്റിപ്പോകുന്നതല്ല വലിയ പ്രശ്നം, അതിൽ നിന്ന് പിന്മാറാൻ ശ്രമിക്കാത്തതാണ് വലിയ കുഴപ്പം. എന്നാൽ ശരിയായ തീരുമാനമെടുത്തവർ വേഗം തന്നെ നല്ലവരായി ശാന്തിയെ പ്രാപിക്കുന്നു എന്നാണ് ഭഗവാൻ തരുന്ന ഉറപ്പ്. ഭഗവാന്റെ ഉപദേശത്തിൽ നിന്ന് മറ്റൊരു കാര്യം കൂടി നമുക്ക് മനസ്സിലാക്കാം. ഒരാളുടെ പൂർവ്വകാലത്തെ മാത്രം നോക്കി അയാളെ വിലയിരുത്തുന്നത് ശരിയല്ല. നമ്മൾ പലപ്പോഴും അങ്ങനെ ചെയ്യാറുണ്ട്. കഴിഞ്ഞ കാലങ്ങളിൽ വിവേകമില്ലാതെ പല തെറ്റുകളും ചെയ്തിട്ടുണ്ടാകാം. എന്നാൽ തൻ്റെ തെറ്റ് തിരിച്ചറിഞ്ഞ് മാനസാന്തരം വന്നു നല്ലവനായിട്ടുണ്ടെങ്കിൽ അയാളെ വീണ്ടും പഴയകാലത്തെ കാര്യങ്ങളുടെ വെളിച്ചത്തിൽ വിലയിരുത്തുന്നത് നല്ല പ്രവണതയല്ല. ഒരാളെ ഒരിക്കലും ഉൾക്കൊള്ളാൻ തയ്യാറാകാത്തത് നമ്മുടെ ചീത്ത ദൂഷ്യമാണ്. അവർ നന്നായി, പക്ഷെ നമ്മൾ നന്നായില്ല എന്ന സൂചനയാണിത്. ഭഗവാൻ പറയുന്നു, എൻ്റെ ഭക്തന്മാർക്ക് നാശമില്ല എന്ന്. ഭക്തന്മാരുടെ പൂർണ്ണ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്ന ഭഗവാനെയാണ് നമ്മൾ ഇവിടെ കാണുന്നത്. ഭഗവാൻ തരുന്ന അപൂർവമായൊരു ഉറപ്പാണിത്. ഭഗവത്ഗീതയുടെ മാത്രം പ്രത്യേകതയാണിത്. മറ്റൊരിടത്തും ഈ ഒരു ഉറപ്പ് കാണാൻ കഴിയില്ല. ഗീതയിൽ തന്നെ പറയുന്ന ഭക്തന്റെ ലക്ഷണങ്ങൾ വെച്ച് നോക്കിയാൽ ഒരു ഭക്തൻ അഹങ്കാരം ഇല്ലാത്തവനും ഒരു ജീവിയോടും ദ്വേഷിക്കാതെ മൈത്രീഭാവത്തിൽ കാരുണ്യത്തോടെ പെരുമാറുന്നവനുമാണ്. അങ്ങനെയുള്ളയാൾക്ക് എങ്ങനെ നാശം സംഭവിക്കും? ഏതു പാപിക്കും രക്ഷപ്പെടാനുള്ള ഒരു മാർഗമുണ്ട് എന്ന വിവരം എല്ലാവരിലും എത്തേണ്ടത് ആവശ്യമാണ്. ഈ ഉത്തരവാദിത്വം നമുക്കെല്ലാവർക്കും ഉണ്ട്. കാരണം തെറ്റ് ചെയ്തു പോയി എന്ന കാരണത്താൽ പലരും ആത്മനിന്ദയിലേക്കും ദുഃഖത്തിൻ്റെ പടുകുഴിയിലേക്കും വീണു പോകുന്നു. എന്നാൽ അവർക്ക് ആശയ്ക്ക് വകയുണ്ടെന്നറിയുന്നത് ഒരു വലിയ ആശ്വാസം തന്നെയാണ്. മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിക്കാനുള്ളത്, ഭഗവാന്റെ ഉപദേശം തെറ്റ് ചെയ്യാനുള്ള ഒരു സമ്മതപത്രമായി ആരും കരുതരുത്. മറിച്ച് അറിയാതെ തെറ്റു ചെയ്തു പോയവർക്ക് ആശ്വസിക്കാനും രക്ഷപ്പെടാനും വേണ്ടിയാണ് ഈ ഉപദേശം. മനഃശാസ്ത്രപരമായി പ്രാധാന്യമുള്ള ഉപദേശം കൂടിയാണിത്. നല്ല കർമ്മങ്ങൾ ചെയ്ത് ഈശ്വരനിൽ ഏകാഗ്രചിത്തനായി ഭഗവാൻ പറയുന്നത് പോലെ വേഗം തന്നെ ശാശ്വതമായ ശാന്തിയെ പ്രാപിക്കാൻ നമുക്ക് കഴിയട്ടെ. ഹരി ഓം നമഃ ശിവായ.